സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 10-ാം തിരുവചനം. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്ധ്യയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ യേശുവിനെ പിതാവായ ദൈവം ഈ ഭൂമിയിൽ അയച്ചതിൻ്റെ, അഥവാ കാൽവരി യാഗത്തിനായി, കാൽവരി ബലിക്കായി, ക്രൂശ് മരണത്തിനായി അയച്ചതിൻ്റെ പിന്നിലുള്ള ദൈവോദ്ദേശമാണ് നാം ഇവിടെ കാണുന്നത്. മാനവരാശിയുടെ പാപത്തെ നീക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിക്കുകയാണ്. ആ തീരുമാനത്തിന് ദൈവം കണ്ടെത്തിയ മാർഗം അവിടുത്തെ ഏകജാതനായ പുത്രനായിരുന്നു. ആ ലോകരക്ഷകനെ പിതാവായ ദൈവം അനധികാല, അഥവാ പുരാതനമേ കണ്ടിരുന്നതാണ്. ത്രിത്വത്തിലെ, അഥവാ ദൈവ കുടുംബത്തിലെ രണ്ടാമൻ, സ്വർഗത്തിൽ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്നവൻ, ആ ലോകരക്ഷകനായ ദൈവപുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ, മാനവരാശിയുടെ വീണ്ടെടുപ്പിനായി നൽകുവാൻ യഹോവയ്ക്ക്, അഥവാ ദൈവത്തിന് ഇഷ്ടം തോന്നിയെന്നാണ് ആദ്യ ഭാഗത്ത് നാം കാണുന്നത്. തുടർന്ന് യേശുവിന് വന്ന കഷ്ടങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ചുരുക്കത്തിലാണെങ്കിലും അവന് കഷ്ടം വരുത്തി എന്നുള്ള ആ കാര്യത്തിൽ യേശു ഈ ഭൂമിയിൽ അനുഭവിച്ച പീഡാസഹനങ്ങൾ, അഥവാ ക്രൂശ് മരണത്തിന് മുമ്പായി അനുഭവിച്ച നിന്ദയും പരിഹാസവും മാനസിക, ശാരീരിക, ആത്മീയ പീഡനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു. എന്തിനു വേണ്ടി പിതാവായ ദൈവം പുത്രനായ ദൈവത്തിന് കഷ്ടം വരുത്തിയെന്നാണ് അടുത്തു പറഞ്ഞിരിക്കുന്നത്. യേശുവിൻ്റെ ജീവൻ ഒരു അകൃത്യയാഗമായി തീരണം. അകൃത്യയാഗമെന്നാൽ പാപയാഗമെന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. പാപത്തിന് പരിഹാരം വരുത്തിയേ മതിയാവും. പാപത്തിന് പരിഹാരം വരുത്തിയില്ലെങ്കിൽ പാപിക്ക് മരണശിക്ഷ ലഭിക്കും. അത് ദൈവത്തിൻ്റെ തീരുമാനമാണ്, അഥവാ ദൈവത്തിൻ്റെ നീതിയാണ്. ആ നീതി നടപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം മുഴുവൻ മാനവരാശിയുടെ പാപപരിഹാര യാഗമായി യേശുവിനെ ഈ ഭൂമിയിൽ യാഗവസ്തുവായി കാണുകയാണ്, ബലിയർപ്പിക്കുവാനായി അയക്കുകയാണ്. തുടർന്ന് ഇതേ വചനത്തിൽ യേശുവിൻ്റെ മരണത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്. യാഗമെന്നാൽ ബലിയാണല്ലോ, അതോടൊപ്പം മരണം ഉറപ്പുവരുത്തുമല്ലോ. ആ മരണത്തിന് ശേഷം വീണ്ടും ദീർഘായുസ് പ്രാപിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് യേശു കർത്താവിൻ്റെ ഉയർപ്പിനെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അത് മുഖാന്തരം
ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവപുത്രനാൽ സാധിപ്പിക്കുകയും ചെയ്യും. എത്ര അനുഗ്രഹകരമായ വീണ്ടെടുപ്പിൻ്റെ ചരിത്രമാണ്, സത്യമാണ്, നിഗൂഢ രഹസ്യമാണ് ഈ ഒറ്റവാക്യത്തിൽ നാം കാണുന്നത്. ആമേൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. എൻ്റെ ദൈവത്താലേ സകലത്തിനും മതിയായവൻ ഞാനെന്നറിഞ്ഞിടുന്നു. എൻ്റെ താഴ്ചയിലും സമൃദ്ധിയിലും ആത്മാവിൻ ബലം എന്നെ നടത്തിയിടുന്നു. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ഞാൻ ലജ്ജിതനായി തീർന്നിടുവാൻ ഇടവരില്ല. എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞെന്നെ നടത്തിയിടും താൻ. ആത്മാവിൻ ശക്തിയാൽ അനുദിനം നടത്തും യേശുവന്റെ കൂടെയുള്ളതാൽ ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ, ഭൂവിലേതും ഞാൻ ഭയപ്പെടില്ല. ഇനി ക്ലേശങ്ങളിൽ എൻ്റെ ശരണമവൻ,